നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. കട്ടപ്പന ഇനി നഗരസഭ. ജില്ലയിലെ രണ്ടാമത്തെ നഗരസഭയായി കട്ടപ്പനയെ പ്രഖ്യാപിച്ചു. കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ ആവേശം അലതല്ലുന്നു. പൂവണിഞ്ഞത് 2 പതിറ്റാണ്ടിന്റെ സ്വപ്നം. UDF സർക്കാരിന് ജില്ലയോടുള്ള പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റി എന്ന് റോഷി അഗസ്റ്റിൻ MLA. വികസന രംഗത്ത് കട്ടപ്പന മുനിസിപ്പാലിറ്റി ചരിത്രമാകുമെന്നും MLA. മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ ലക്ഷങ്ങൾ മുടക്കി പോലീസ് സേനയെ നിയോഗിക്കുന്നത് അനാവശ്യമാണെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ്. ആദിവാസി പ്രശ്നങ്ങൾ ഏറ്റെടുത്തും ബ്ലേഡ് മാഫിക്കെതിരെയും പ്രവർത്തനങ്ങൾ നടത്തുന്ന മാവോയിസ്റ്റുകളെ ജനങ്ങൾ അനുകൂലിക്കുന്നെങ്കിൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ലെന്നും PC ജോർജ്. കൊട്ടാക്കമ്പൂർ ഭൂമി ഇടപാട് കേസിൽ ജോയ്സ് ജോർജ് MPക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ദേവികുളം പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. രാജ്യത്ത് പുകവലി നിയന്ത്രണം കർശനമാക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നവർക്ക് 200 രൂപയിൽ നിന്നും 1000 രൂപയായി പിഴ ഉയർത്തും. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി 18 നിന്നും 21 ആക്കും. മണ്ഡല മകരവിളക്ക് മഹോത്സവങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. ഇടുക്കി ജില്ലയിലെ പുല്ലുമേട്ടിലും ആയിരക്കണക്കായ ഭക്തർ മകരജ്യോതി ദർശിച്ചു മടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പനയുടെ 2 പതിറ്റാണ്ട് കാലത്തെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു. കട്ടപ്പന ഇനി നഗരസഭ. ജില്ലയിലെ രണ്ടാമത്തെ നഗരസഭയായി കട്ടപ്പനയെ പ്രഖ്യാപിച്ചു. കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ ആവേശം അലതല്ലുകയാണ്. പൂവണിഞ്ഞത് 2 പതിറ്റാണ്ടിന്റെ സ്വപ്നങ്ങൾ. ഏറെ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും വിരാമമിട്ടുകൊണ്ടാണ് കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ ഇപ്പോൾ നഗരസഭയായി പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാനത്ത് പുതിയ മുനിസിപ്പാലിറ്റികൾ രൂപീകരിക്കുന്നത് സംബന്ധിച്ച് വിദഗ്ധ സമിതി സർക്കാരിന് സമർപ്പിച്ച പട്ടികയിൽ നിന്നും മാസങ്ങൾക്ക് മുൻപ് കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ ഒഴിവാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക കക്ഷികൾ രംഗത്തെത്തുകയും ചെയ്തു. തുടർന്ന് ഇടുക്കി ജില്ലയിലും തിരുവനന്തപുരത്തുമായി നിരവധിയായ പ്രക്ഷോഭ പരിപാടികളും വിവിധ സംഘടനകൾ നടത്തി. കക്ഷി രാഷ്ട്രീയ, ജാതിമത വ്യത്യാസങ്ങൾ മറന്നാണ് കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ നഗരസഭയാക്കണമെന്ന ആവശ്യവുമായി ഓരോ വ്യക്തിയും രംഗത്തെത്തിയത്. ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളുടെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമാണ് ഇപ്പോൾ ഈ നഗരസഭ പ്രഖ്യാപനം. ഇടുക്കി ജില്ലയുടെ സ്ഥിരാകേന്ദ്രമെന്ന് തന്നെ വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന കട്ടപ്പന വികസനത്തിന്റെ പാതയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. കട്ടപ്പനയുടെ വികസനം പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് മുനിസിപ്പാലിറ്റിയാകേണ്ടത് അനിവാര്യമാണ് എന്നിരിക്കെയാണ് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. 50,000-ത്തിലധികം ജനസംഖ്യയും 2 കോടിയിലധികം തനത് വരുമാനവും കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന് ഉണ്ടായിരുന്നു. ആധുനിക രീതിയിലുള്ള KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ, അത്യാധുനിക സൌകര്യങ്ങളുള്ള സർക്കാർ പ്രൈവറ്റ് ആതുരാലയങ്ങൾ, വിസ്തൃതമായ ടൌണിനോടനുബന്ധിച്ച് ട്രാഫിക് സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള ബൈപ്പാസ് റോഡുകൾ, സർക്കാർ ഓഫീസുകളുടെ ഏകോപനത്തിനായി തയ്യാറാക്കിയിരിക്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ, വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ, ആധുനിക നഗരത്തിന് ചേരുന്ന മറ്റ് ഭൌതിക സൌകര്യങ്ങളെല്ലാം കട്ടപ്പനയ്ക്ക് സ്വന്തമായുണ്ട്. ഇതെല്ലാം തന്നെ കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയാക്കുന്നതിനുള്ള അടിസ്ഥാന സൌകര്യങ്ങളായി വിലയിരുത്തിയിരുന്നു. കാലങ്ങൾക്ക് മുൻപ് തന്നെ കട്ടപ്പനയിലെത്തിയ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഉൾപ്പെടെ കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 52,640 കട്ടപ്പനയിലെ ജനസംഖ്യ. 52.77 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഗ്രാമപഞ്ചായത്തിന് ഉണ്ടായിരുന്നത്. 3,350.24 ഹെക്ടർ പട്ടയഭൂമിയും 2,670.59 ഹെക്ടർ പുറമ്പോക്ക് ഭൂമിയും കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനുണ്ട്. 22,000 വീടുകളും 5,038 അംഗങ്ങളുള്ള 458 സ്വയം സഹായ സംഘങ്ങളും ഇവിടെയുണ്ട്. ആത്മീയ മേഖലയ്ക്ക് കരുത്തു പകരുന്ന 39 ക്രിസ്ത്യൻ ദേവാലയങ്ങളും 12 ക്ഷേത്രങ്ങളും 3 മോസ്കുകളും കട്ടപ്പനയിലുണ്ട്. സ്കൂളുകളും കോളേജുകളുമായി 22 48 അങ്കണവാടികളും 26 ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി 2 കട്ടപ്പനയിലുള്ളത്.
ഔട്ട് പോസ്റ്റുകൾ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണം 6 ആണ്. 3 ഫോറസ്റ്റ് ഓഫീസുകളും 2 എക്സൈസ് ഓഫീസുകളും 3 സെയിൽ ടാക്സ് ഓഫീസുകളും കട്ടപ്പനയ്ക്കുണ്ട്. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകാലമായി കുടിയേറിയ കർഷക ജനതയുടെ സ്വപ്നങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായി മാറുകയാണ് ഇപ്പോഴുള്ള കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ നഗരസഭയിലേക്കുള്ള പ്രയാണം. UDF സർക്കാരിന് ജില്ലയിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റി പ്രഖ്യാപനമെന്ന് റോഷി അഗസ്റ്റിൻ MLA പറഞ്ഞു. കട്ടപ്പന മുനിസിപ്പാലിറ്റി വികസന രംഗത്ത് ചരിത്രമാകുമെന്നും റോഷി അഗസ്റ്റിൻ MLA വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹൈറേഞ്ചിന്റെ വികസന രംഗത്ത് അത്യപൂർവമായ മാറ്റത്തിന് കട്ടപ്പന മുനിസിപ്പാലിറ്റി എന്നുള്ള പ്രഖ്യാപനം വഴിതെളിക്കും. മാത്രമല്ല, നമ്മുടെ രണ്ടാമത്തെ മുനിസിപ്പാലിറ്റിയായി ജില്ലയിൽ കട്ടപ്പനയെ ഉയർത്തുവാൻ സാധിച്ചത് ചരിത്രപരമായ ഒരു വലിയ നേട്ടമാണ് എന്ന അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടത്തുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചായത്തുകൾ അപ്ഗ്രേഡ് ചെയ്ത് നഗരവികസനവുമായി ബന്ധപ്പെട്ട വികസനത്തിന് വഴിതെളിക്കുന്ന സാഹചര്യം ഒരുക്കിയത്. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ നഗരസഭയാക്കി ഉയർത്തിയ സർക്കാർ തീരുമാനത്തിൽ അഭിമാനിക്കുന്നതായി കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി പറഞ്ഞു. എല്ലാ വിഭാഗം ആളുകളുടെയും വിവിധ രാഷ്ട്രീയ നേതാക്കളുടെയും ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്നും ജോണി കുളമ്പള്ളി അനുസ്മരിച്ചു. ഹൈറേഞ്ചിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന കട്ടപ്പന മുനിസിപ്പാലിറ്റി ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ നടത്തിയ പ്രഖ്യാപനത്തിലൂടെ കേരളത്തിലെ 27 മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചതിൽ അതിലൊന്ന് കട്ടപ്പനയാണെന്നുള്ള വിവരം ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട്. അതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, ഒരു പ്രത്യേക വിഭാഗത്തിന്, ജനവിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു ഈ മുനിസിപ്പാലിറ്റി എന്ന സ്വപ്നം. ഇവിടെ നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങൾ, പ്രത്യേകിച്ച് കസ്തൂരി രംഗൻ വിഷയത്തിന്മേൽ ഇവിടെ ജനവാസ മേഖലയല്ല, ഇവിടെ ESA പ്രദേശമാണ് എന്ന നിലയിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരണമുണ്ടാവുകയും ആ ESA എന്ന നിലയിലുള്ള ആ ഒരു വലിയ ഒരു വെല്ലുവിളി അത് മാറുവാൻ നമുക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന നിലയിലാണ് മുനിസിപ്പാലിറ്റി ഇന്നിവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത്. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ നഗരസഭയാക്കുവാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയ മുഴുവൻ ജനങ്ങൾക്കും അഭിനന്ദനം അർപ്പിക്കുന്നതായി കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി പറഞ്ഞു. ഈ ഉദ്യമത്തിന് ചുക്കാൻ പിടിച്ച കേരള കോൺഗ്രസ് ചെയർമാൻ KM മാണിക്കും റോഷി അഗസ്റ്റിൻ MLAയ്ക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, തദ്ദേശ വകുപ്പ് മന്ത്രി എന്നിവർക്കും അഭിനന്ദനം അർപ്പിക്കുന്നതായി ജാൻസി ബേബി കൂട്ടിച്ചേർത്തു. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ഭരണച്ചുമതല ഏറ്റെടുത്ത സമയം മുതൽ ഗ്രാമപഞ്ചായത്തിനെ നഗരസഭയാക്കി ഉയർത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിൽ ബദ്ധശ്രദ്ധയായിരുന്നു ജാൻസി ബേബി. പ്രധാന റോഡുകളുടെയും ഗ്യാപ്പ് റോഡുകളുടെയും വികസനം, ബൈപ്പാസ് റോഡുകളുടെ വിപുലീകരണം, വീട്, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തൽ, ടൌൺ വികസനം തുടങ്ങി നഗരസഭയ്ക്കായുള്ള എല്ലാവിധ സൌകര്യങ്ങളും ഗ്രാമപഞ്ചായത്തിൽ ഒരുക്കുന്നതിൽ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ജാൻസി ബേബി നിസ്തുലമായ സേവനമാണ് കാഴ്ചവെച്ചത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ വനിതാ വിഭാഗം നേതാവെന്ന നിലയിലും ഉന്നത രാഷ്ട്രീയ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ നടത്തുവാൻ ജാൻസി ബേബിക്ക് കഴിഞ്ഞു. വാർഡ് തലത്തിൽ ഒപ്പുശേഖരണം ഉൾപ്പെടെയുള്ള മുൻനിര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഈ വനിത ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ, ധനമന്ത്രി KM മാണി, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, മന്ത്രി മഞ്ഞളാം കുഴിയാലി തുടങ്ങിയ നേതാക്കളെ നിരന്തരമായി നഗരസഭാകാര്യം ബോധ്യപ്പെടുത്തി നിരവധിയായ ഇടപെടലുകൾ നടത്തിയിരുന്നു. ശോഭ തോമസ്, ഷേർലി കൊച്ചുകുടി, ബീന ജോബി, ജോളി രാമകൃഷ്ണൻ, പ്രഭത ശിവരാജൻ, ബിന്ദുലത രാജു, സുധർമ്മ മോഹൻ, ജയശ്രീ ഷൈൻ, മേരിക്കുട്ടി ജോസഫ്, ആൻസമ്മ ജോസഫ്, മോളിക്കുട്ടി സെബാസ്റ്റ്യൻ തുടങ്ങി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇക്കാര്യത്തിൽ തോളോട് തോൾ ചേർന്ന് നിന്ന ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്കും വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക നേതാക്കൾക്കും നന്ദി അറിയിക്കുന്നതായി ജാൻസി ബേബി കൂട്ടിച്ചേർത്തു. കട്ടപ്പനയെ നഗരസഭയാക്കി പ്രഖ്യാപിച്ച വാർത്ത പുറത്തുവന്നതോടെ കട്ടപ്പനയിലെങ്ങും ആഹ്ലാദാഘോഷങ്ങൾ സജീവമായി കഴിഞ്ഞു. മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചുമായിരുന്നു ജനങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തിയത്. രാവിലെ 11:30ഓടെയാണ് കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ഏറെ നാളത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന സന്തോഷ വാർത്ത പുറത്തുവന്നത്. രാവിലെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ നഗരസഭയാക്കി പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷയോടെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ 9 മണിയോടെ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ ഒത്തുചേർന്നിരുന്നു. 11:30ഓടെ കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ നഗരസഭയാക്കി ഉയർത്തിയെന്ന സന്ദേശം പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളിയുടെ ഫോണിലെത്തിയതോടെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും ആഹ്ലാദം വാനോളം
താളമുയർന്നു. അല്പനിമിഷങ്ങൾക്കകം ആഹ്ലാദത്തിന് മധുരം പകർന്നുകൊണ്ട് മധുര പലഹാരങ്ങളും എത്തി. വാഹനയാത്രികർക്കും കാൽനട യാത്രക്കാർക്കും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് സംഘാടകർ തങ്ങളുടെ സന്തോഷത്തിൽ അവരെയും പങ്കാളികളാക്കി. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ നഗരസഭയാക്കി ഉയർത്തിയതിലുള്ള സന്തോഷം പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനിടെ ആഹ്ലാദാരവങ്ങൾക്ക് ആവേശം പകർന്ന് പടക്കങ്ങളുടെ ശബ്ദഘോഷവും എത്തി. തുടർന്ന് വൈകിട്ട് കട്ടപ്പന പൗരാവലിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ നഗരസഭയാക്കുവാനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള നിരവധിയായ നേതാക്കളാണ്. വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. കട്ടപ്പന പഞ്ചായത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം ഇന്ന് സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിനമാണ്. കട്ടപ്പന പഞ്ചായത്ത് ഇന്ന് മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിച്ച ദിനമാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കട്ടപ്പനയ്ക്ക് നൽകിയ സമ്മാനമാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റി. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നു എന്നറിഞ്ഞതിൽ CPIM കട്ടപ്പന ഏരിയ കമ്മിറ്റി ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് കട്ടപ്പന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചിരുന്നതാണ്. എന്നാൽ UDFന്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് വളരെയേറെ താമസിച്ചാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിച്ചുവെങ്കിലും ജനങ്ങളുടെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഹൈറേഞ്ച് മേഖലയാകെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. മാത്രവുമല്ല, കല്യാണത്തണ്ടടക്കമുള്ള പ്രദേശങ്ങൾ പാരിസ്ഥിതിക ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ പ്രദേശങ്ങളാകെ ഉൾപ്പെടുന്ന മുനിസിപ്പാലിറ്റി അതിൻ്റെ ഭാവി എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വളരെയേറെ ആശങ്കയുണ്ട്. ഘട്ടം കൂടെയാണ് നഗരസഭയായി കട്ടപ്പനയെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും ആഹ്ലാദകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇടുക്കി ജില്ലയിൽ ഒരു നഗരസഭയെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ദുഷ്പേര് ഇതോടെ മാറിക്കിട്ടുകയാണ്. കട്ടപ്പനയെ ഒരു നഗര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ കട്ടപ്പനയിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഹൈറേഞ്ചിലെ കൃഷിക്കാർ വളരെയധികം ആശങ്കയിലും പ്രതിസന്ധിയിലും നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കട്ടപ്പനയെ ഒരു മുനിസിപ്പാലിറ്റിയായി ഉയർത്തിക്കൊണ്ടുള്ള UDF ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം ഈ മേഖലയിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസവും ഒരു സമ്മാനവും ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കസ്തൂരിരംഗൻ വിഷയം ഉൾപ്പെടെ ജനങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിലും വളരെ പ്രയാസത്തിലും കഴിയുന്ന സാഹചര്യത്തിലാണ് ഒരു മുനിസിപ്പാലിറ്റി എന്നുള്ളൊരു ആശയം ഇവിടെ കടന്നു വരികയും അത്തരത്തിൽ വളരെയധികമുള്ള ഒരു ശ്രമഫലമായിട്ട് പ്രത്യേകിച്ച് ഈ ഒരു കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പങ്കാളികളാകാൻ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് പങ്കാളികളാകാൻ സാധിച്ചു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. ോടൊപ്പം തന്നെ ഹൈറേഞ്ച് മേഖലയിലെ ആളുകളും ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. കാരണം കട്ടപ്പന മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ നടപടി. മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ ലക്ഷങ്ങൾ മുടക്കി പോലീസ് സേനയെ നിയോഗിക്കുന്നത് അനാവശ്യമാണെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് പറഞ്ഞു. ആദിവാസി പ്രശ്നങ്ങൾ ഏറ്റെടുത്തും ബ്ലേഡ് മാഫിയക്കെതിരെയും പ്രവർത്തനങ്ങൾ നടത്തുന്ന മാവോയിസ്റ്റുകളെ ജനങ്ങൾ അനുകൂലിക്കുന്നെങ്കിൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ലെന്നും PC ജോർജ് പറഞ്ഞു. മാവോയിസ്റ്റുകളെ നേരിടേണ്ടത് ആയുധങ്ങൾ കൊണ്ടല്ലെന്നും ആശയപരമായി വേണം മാവോയിസ്റ്റുകളെ തുരത്താനെന്നും PC ജോർജ് അഭിപ്രായപ്പെട്ടു. കട്ടപ്പന ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനധികൃത ക്വാറികൾ നിർത്തണം, ബ്ലേഡ് മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യണം, ആദിവാസികൾ അന്യാധിപതിപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കണം. അങ്ങനെ പറയുന്നവരെ മാവോയിസ്റ്റ് അല്ല, അവരെ ഏത് കൊള്ളസംഘമാണെങ്കിലും അവരെ അനുകൂലിച്ചു പോകില്ല ജനം.
മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ ജനകീയ വിഷയങ്ങളോട് സ്വീകരിച്ച നിഷേധാത്മക നിലപാടുകളാണ് മാവോയിസ്റ്റ് സംഘടനകൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കിയത്. എന്നാൽ പോലീസ് പ്രചരിപ്പിക്കുന്നത് പോലെ ബോംബും തോക്കുമായല്ല മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അവർ കാട്ടുന്ന ജാഗ്രതയാണ് മാവോയിസ്റ്റുകൾക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടാൻ കാരണം. ബ്ലേഡ് മാഫിയയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ കുബേര സംസ്ഥാനത്ത് മറ്റെല്ലായിടത്തും പരാജയപ്പെട്ടിട്ടും വയനാട്ടിൽ ബ്ലേഡ് മാഫിയ സംഘങ്ങൾ പിൻവാങ്ങിയതിന് കാരണം മാവോയിസ്റ്റുകളെ ഭയന്നിട്ടാണ്. 10 വർഷത്തിലേറെയായി ഒളിവിൽ കഴിയുന്ന രൂപേഷ് അടക്കമുള്ള നേതാക്കളെ കണ്ടെത്താൻ കഴിയാത്തത് കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികളുടെ പരാജയമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഞാൻ തട്ടപ്പെട്ട് എന്താ മിണ്ടാത്തെ? 10 കൊല്ലമായിട്ട് ഒരുത്തിന് ഒളിവിൽ പോയിട്ട് കണ്ടെത്താൻ കഴിയാത്ത കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ സീക്രട്ട് സർവീസ് എന്താ? അതിൽ നല്ല സീക്രട്ട് സർവീസ് എന്റേതാ. ഞാൻ പറയാം ഓരോന്നും അങ്ങോട്ടും. അപമാനമല്ലേ ഇത്? ജനങ്ങളൊക്കെ ഉരുപ്പിരിയായിട്ട് നടക്കുന്നു. കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഇതുപോലെ ജനം അകന്നുകൊണ്ടിരിക്കുകയാണ്. നിഷേധിച്ചിട്ട് കാര്യമില്ല. രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിശ്വാസം തന്നെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നഷ്ടപ്പെടുന്ന സാഹചര്യം അരാഷ്ട്രീയവാദം വളർത്തും. അപ്പോൾ ഞാൻ ഭയപ്പെടുന്നു ആ സ്പേസിലേക്ക് വർഗീയ ഭ്രാന്തന്മാർ കടന്നു വരും. അത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഉൾപ്പെടെയുള്ള വർഗീയ ഭ്രാന്തന്മാർ ആ സ്പേസിൽ കടന്നു വരും. അത് വലിയ അപകടമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിലുണ്ടാവുന്ന പരാജയങ്ങൾ വർഗീയ ശക്തികളുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇന്ന് മകരവിളക്ക്. മണ്ഡല മകരവിളക്ക് മഹോത്സവങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശിച്ച് 10,000-ങ്ങളാണ് മടങ്ങിയത്. ഇടുക്കി ജില്ലയിലെ പീരുമേടിന് സമീപം പുല്ലുമേട്ടിലും ഇത്തവണ അഭൂതപൂർവമായ അയ്യപ്പ ഭക്തരുടെ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശബരിമലയിൽ ഭക്തി നിർഭരതയുടെ പാരമ്യത പ്രത്യക്ഷമാക്കുന്ന മഹാസുദിനമാണ് മകരവിളക്ക്. മകരവിളക്കിനൊരുങ്ങിയ സന്നിധാനം ജനസാഗരമായി മാറി. പാപങ്ങൾ പമ്പയിൽ കഴുകി ശരണമന്ത്രഘോഷത്തോടെ മലകയറിയ ഭക്തർക്ക് ദർശന സായുജ്യം പകർന്നുകൊണ്ടാണ് കാനനവാസന്റെ കനകശ്രീകോവിലിന് കിഴക്ക് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞത്. തിരുവാഭരണ പ്രഭയിൽ ഭക്തർക്ക് ദർശനം നൽകിയ ഭഗവാന്റെ മുന്നിൽ കൂപ്പുകൈകളുമായി നിന്ന ഭക്തർ 6 മണി കഴിഞ്ഞതോടെ പൊന്നമ്പലമേടിന് നേർക്ക് തിരിഞ്ഞു. 6:30 പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞതോടെ സന്നിധാനവും മകരവിളക്ക് ദർശിക്കാൻ ഭക്തർ കാത്തുനിന്ന പമ്പ, പുല്ലുമേട്, പാഞ്ചാലിമേട് തുടങ്ങിയിടങ്ങളെല്ലാം ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി. സംക്രമസന്ധിയിലെ ദീപാരാധന വേളയിൽ പൊന്നമ്പലമേട്ടിൽ വിളങ്ങിയ തത്വമസിയുടെ ജ്യോതിസ്വരൂപം കൺനിറച്ച് കണ്ട് മനസ്സിനേറ്റുവാങ്ങിയാണ് ഭക്തർ ശബരിമലയിൽ നിന്നും മടങ്ങിയത്. മകരവിളക്ക് ദർശിക്കുവാൻ 2011 പുല്ലുമേട്ടിൽ തിങ്ങിക്കൂടിയ ഭക്തർ തെക്കിലും തിരക്കിലും പെട്ട് ദുരന്തമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 3 വർഷങ്ങളിലും പുല്ലുമേട്ടിൽ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ ഈ വർഷം 10,000-കണക്കിന് ഭക്തരാണ് മകരജ്യോതി ദർശിക്കാൻ പുല്ലുമേട്ടിൽ കാത്തുനിന്നത്. ഭക്തരുടെ ബാഹുല്യം കണക്കിലെടുത്ത് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ജില്ലാ ഭരണകൂടം പുല്ലുമേട്ടിൽ ഏർപ്പെടുത്തിയിരുന്നത്. പോലീസിന്റെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീമിന്റെ സേവനവും പുല്ലുമേട്ടിൽ ഒരുക്കിയിരുന്നു. ശബരിമല ദർശനം കഴിഞ്ഞ് നിരവധി ഭക്തർ ഇന്നലെ തന്നെ പുല്ലുമേട്ടിലെത്തി മകരജ്യോതി ദർശിക്കുവാനായി കാത്തുനിന്നിരുന്നു. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരായിരുന്നു ഇവരിലേറെയും. ന്യൂസ് ബ്യൂറോ, കുമളി. കൊട്ടാക്കമ്പൂർ ഭൂമി ഇടപാട് കേസിൽ ജോയ്സ് ജോർജ് എംപിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ദേവികുളം പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ്. കോട്ടാക്കമ്പൂർ വില്ലേജിൽ പട്ടയം വാഗ്ദാനം ചെയ്ത് 6 പേരിൽ നിന്ന് 24 ഏക്കർ ഭൂമി തട്ടിയെടുത്തുന്ന പരാതിയിലാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എംപിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ദേവികുളം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജോയ്സിന്റെ പിതാവ് ഇടുക്കി തടിയമ്പാട് പാലിയത്ത് ജോർജ്, അമ്മ മേരി, ജോയ്സിന്റെ ഭാര്യ അനൂപ, ജോയ്സിന്റെ സഹോദരനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ജോർജ് ജോർജ് എന്നിവർക്കെതിരെ 6 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമം, ക്രിമിനൽ ഗൂഢാലോചന, ഭൂമി തട്ടിയെടുക്കൽ, വ്യാജപ്രമാണം ചമക്കൽ, വഞ്ചന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. മൂന്നാർ ഡിവൈഎസ്പി ബി പ്രഫുല്ലചന്ദ്രനാണ് അന്വേഷണ ചുമതല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ മുട്ടം സ്വദേശി എൻ കെ ബിജു, ഉടുമ്പൻചോല കരുണാപുരം സ്വദേശി മുകേഷ് മോഹനൻ എന്നിവർ ദേവികുളം എസ്ഐക്കും മൂന്നാർ ഡിവൈഎസ്പിക്കും നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. അതേസമയം സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന് ജോയ്സ് ജോർജ് എംപി ആരോപിച്ചു. സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയതിന്റെ വിരോധമാണ് തീർക്കുന്നതെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു. വിവരസാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യ വിപ്ലവകരമായ വികസന മുന്നേറ്റം കൈവരിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. രാജ്യത്തെ ആദ്യ ഹൈസ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് പൂർത്തിയായ ഇടുക്കി ജില്ലയുടെ പ്രഖ്യാപനവും ഉദ്ഘാടനവും വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ച് തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വിവരസാങ്കേതിക വിദ്യയിലൂടെ വിപ്ലവകരമായ വികസന മുന്നേറ്റങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിക്കുകയാണെന്നും ഗ്രാമീണ അതിവേഗ ഇന്റർനെറ്റ് പദ്ധതി വഴി ഭരണ തടസ്സങ്ങൾ ഒഴിവാക്കി അധികൃതർക്ക് വിദൂരങ്ങളിലുള്ള ചെറു ഗ്രാമങ്ങളിലേക്ക് പോലും ജനങ്ങൾക്ക് ആവശ്യമായ സേവനമെത്തിക്കുവാൻ കഴിയുമെന്നും കേന്ദ്ര വാർത്താവിതരണ വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. ഇടുക്കി രാജ്യത്തെ ആദ്യത്തെ ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് ജില്ലയായി പ്രഖ്യാപിച്ച് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ ഡിസ്ട്രിക്റ്റിനു പുറമെ ഇ ഹെൽത്ത്, ഇ എഡ്യൂക്കേഷൻ എന്നിവയും ഇതിനു തൊട്ടു പിന്നാലെ ഉണ്ടാവുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ എം കെ മുനീർ, പി കെ കുഞ്ഞാലിക്കുട്ടി, വി എസ് അച്യുതാനന്ദൻ, ബിജെപി നേതാവ് വി മുരളീധരൻ എന്നിവർ തിരുവനന്തപുരത്ത് പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഇടുക്കി കളക്ടറേറ്റിലും തത്സമയം അധികൃതർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കളക്ടറേറ്റിൽ പ്രത്യേകം സജ്ജീകരിച്ച ഹാളിൽ മന്ത്രി പി ജെ ജോസഫ്, ഇടുക്കി എം പി ജോയ്സ് ജോർജ്, MLA റോഷി അഗസ്റ്റിൻ, കളക്ടർ അജിത് പാട്ടീൽ എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. കളക്ടറേറ്റിന് പുറമെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും പ്രസിഡന്റ് AP ഉസ്മാൻ, കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും പ്രസിഡന്റ് ജോണി കുളമ്പള്ളി, ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും പ്രസിഡന്റ് കന്നിയമ്മ ശ്രീരംഗൻ എന്നിവരും ആശംസകൾ അർപ്പിച്ചു. അതിവേഗ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് സംവിധാനം നിലവിൽ വന്ന ഇടുക്കി ജില്ലയിലെ ഏറ്റവും വിദൂര ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിയുമായാണ് മന്ത്രി രവിശങ്കർ പ്രസാദ് ആദ്യമായി സംസാരിച്ചത്. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും നേരത്തെ തന്നെ ഒത്തുകൂടിയിരുന്നു. അതിവേഗ ഗ്രാമീണ ഇന്റർനെറ്റ് സംവിധാനം ഒരുക്കുവാൻ ഇടുക്കി ജില്ലയെ തെരഞ്ഞെടുത്തതിന് അഭിവാദ്യം ചെയ്ത് സംസാരിച്ച കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളിയെ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പ്രത്യേകം അഭിനന്ദിച്ചു. രാജ്യത്തെ ആദ്യ അതിവേഗ ബ്രോഡ്ബാൻഡ് ജില്ലയായി ഇടുക്കിയെ തെരഞ്ഞെടുത്തതിലൂടെ ഇടുക്കിയിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കൊപ്പം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കൂടി ഉൾപ്പെടുത്തിയതിലും അതിയായ സന്തോഷമുണ്ടെന്ന് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോളി ജോയ് പറഞ്ഞു. മുരിക്കാശ്ശേരിയിൽ ഇടുക്കിനെറ്റ് വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു മോളി ജോയ്. അതിവേഗ ബ്രോഡ്ബാൻഡ് സംവിധാനം ജില്ലയിലെ 53 ഗ്രാമപഞ്ചായത്തുകളിലും 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒരുക്കിയപ്പോൾ സർക്കാർ സേവനങ്ങൾ എളുപ്പം ജനങ്ങളിലേക്ക് എത്തുവാൻ ഏറെ സഹായകരമാണെന്ന് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോളി ജോയ് അഭിപ്രായപ്പെട്ടു. 2011 ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഫൈബർ നെറ്റ്വർക്ക് ശൃംഖല ഇടുക്കി ജില്ലയിലെ 52 പഞ്ചായത്തുകളിലും 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലും വളരെയധികം മുന്നേറ്റം കുറിക്കുവാൻ കഴിഞ്ഞു. ശാസ്ത്ര സാങ്കേതിക വിദ്യ രംഗത്ത് ഈ ഫൈബർ നെറ്റ്വർക്ക് കൊണ്ട് ഒട്ടേറെ പ്രയോജനം ലഭിക്കുകയാണ്. ഇത് വളരെയധികം രാജ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ഇക്കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. പശ്ചാത്തല മേഖലയിലും മറ്റിതര മേഖലകളിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ ഇടുക്കി ജില്ല ഇതിനെ തെരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷമുണ്ട്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടത് ഏറെ പ്രയോജനകരമാണെന്നും അധികൃതരോടേറെ നന്ദിയുണ്ടെന്നും പ്രസിഡന്റ് മോളി ജോയ് പറഞ്ഞു. മുരിക്കാശ്ശേരിയിൽ ഇടുക്കിനെറ്റ് വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു പ്രസിഡന്റ്. വഞ്ചിവയൽ ആദിവാസി കുടിയിലെ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതത്തിന് ഇനിയും അവസാനമില്ല. 8 കിലോമീറ്റർ നിബിഡ വനത്തിലൂടെ യാത്ര ചെയ്യുന്ന കുട്ടികൾ വന്യമൃഗങ്ങളുടെ ഭീഷണിയെപ്പോലും അതിജീവിച്ചാണ് പഠനത്തിന് ഒരുങ്ങുന്നത്. കുട്ടികളുടെ സുരക്ഷയ്ക്കായി ഇപ്പോൾ വിദ്യാഭ്യാസം പോലും ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് മാതാപിതാക്കൾ. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലെ വഞ്ചിവയൽ ആദിവാസി ഊരിലെ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതം തുടരുകയാണ്. ആദിവാസി കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ബ്ലോക്ക് പഞ്ചായത്ത് ബസ് വാങ്ങിയെങ്കിലും ഓടുന്നതിനുള്ള അനുമതി സർക്കാർ നൽകിയിട്ടില്ല. വണ്ടിപ്പെരിയാറിലും സമീപത്തെയും സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സ്കൂൾ ബസ് വാങ്ങുന്നതുവരെയുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ബസിന്റെ സർവീസ് നടത്തുന്നതിനും മെയിന്റനൻസിന്റെയും ഡ്രൈവറുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ചിലവുകൾ പെരിയാർ കൺസർവേഷൻ ഫൗണ്ടേഷൻ വഹിക്കാമെന്നും ഉറപ്പ് ലഭിച്ചു. താമസം തുടങ്ങിയിട്ട് 19 വർഷത്തോളമായി. നാളിതുവരെ ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാനൊരു സൗകര്യത്തിനൊരു സ്കൂൾ ബസ്സോ മറ്റു സൗകര്യങ്ങളൊന്നുമില്ല. എന്നാൽ കഴിഞ്ഞ ഭരണസമിതിയിലേക്ക് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഒരു വണ്ടി അനുവദിക്കുകയും അതിന് 13 ലക്ഷം രൂപ പാസ്സാക്കുകയും വണ്ടി മേടിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഗവൺമെൻറ് അനുമതിയോടുകൂടിയേ വണ്ടി ഓടിക്കാവുള്ളൂ എന്നൊരു വ്യവസ്ഥയിലാണ് ആ വണ്ടി മേടിച്ചത്. ഞങ്ങൾ ആ വണ്ടി മേടിച്ചതിന് 1.5 മാസമായി ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ നാളിതുവരെ വണ്ടി ഓടിക്കാനുള്ള അനുമതി ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എന്നാൽ മന്ത്രിമാരായ എം കെ മുനീറും KC ജോസഫും മഞ്ഞളാംകുഴി അലിയും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെട്ട് സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റി പദ്ധതിക്ക് തടസ്സം നിൽക്കുകയാണ്. അതേസമയം ആദിവാസി കുട്ടികളുടെ യാത്രാ ദുരിതം ഇപ്പോഴും തുടരുന്നു. വിദ്യാർത്ഥികൾക്ക് വണ്ടിയില്ലാത്തതിനാൽ വളരെ ബുദ്ധിമുട്ടാണ്. സർക്കാർ വണ്ടി ഏർപ്പാടാക്കി തന്നാൽ വളരെ ഉപകാരമായേനെ. പലപ്പോഴും സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിനും ഇരയാകുന്നുണ്ട്. ആന ഓടിച്ചപ്പോൾ ഞങ്ങൾ അതിന്റെ ഇടയിലായിരുന്നു കയറിയ ഓട്ടയിലൊക്കെ തിങ്ങിയാണ് പോകുന്നത്. മൃഗശല്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് രക്ഷിതാക്കൾ ഇപ്പോൾ ആലോചിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുമളി.
ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് പുകവലി നിയന്ത്രണം കർശനമാക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നവർക്ക് 200 രൂപയിൽ നിന്നും 1000 രൂപ പിഴ. അൻപത് വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, Kattappana. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ വിളിച്ച് പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. രാജ്യത്ത് പുകവലി നിയന്ത്രണം കർശനമാക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നവർക്ക് 200 രൂപയിൽ നിന്നും 1000 രൂപയായി പിഴ ഉയർത്തും. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി 18 വയസ്സിൽ നിന്നും 21 വയസ്സായി ഉയർത്തും. രാജ്യത്ത് പുകവലി നിയന്ത്രണം കർശനമാക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. പൊതുസ്ഥലത്ത് പുകവലി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പുകവലിക്കാരിൽ നിന്നും 1000 രൂപ പിഴ ഈടാക്കുവാനുള്ള സുപ്രധാനമായ നിർദ്ദേശങ്ങളടങ്ങിയ നിയമ പരിഷ്കരണമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പൊതുയിടങ്ങളിൽ പുകവലിക്ക് പിഴ 200 രൂപയിൽ നിന്നും 1000 രൂപയാക്കുക, സിഗരറ്റിന്റെ ചില്ലറയായുള്ള വിൽപ്പന തടയുക, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി 18 വയസ്സിൽ നിന്നും 21 വയസ്സാക്കി ഉയർത്തുക, ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും അനുവദിച്ചിട്ടുള്ള നിർദ്ദിഷ്ട പുകവലി മേഖല നിരോധിക്കുക തുടങ്ങിയ കർശനമായ നിർദ്ദേശങ്ങളടങ്ങിയ കരട് ബിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തയ്യാറാക്കി കഴിഞ്ഞു. പുകവലി നിയന്ത്രണ നിർദ്ദേശങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതി സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ഭൂരിഭാഗവും അംഗീകരിച്ചുകൊണ്ടാണ് പുതിയ ബില്ലിന് രൂപം നൽകിയിട്ടുള്ളത്. പുകയില നിയന്ത്രണ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള പിഴ 10,000-ൽ നിന്നും 1,00,000 രൂപയാക്കി ഉയർത്തണമെന്നായിരുന്നു സമിതിയുടെ നിർദ്ദേശം. നിർദ്ദേശങ്ങളിൽ സർക്കാർ പൊതുജനാഭിപ്രായം തേടും.
പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി ഉയർത്തണമെന്നും 2003 പുകയില നിയന്ത്രണ നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്നും കനത്ത തുക പിഴ ഈടാക്കണമെന്നതും ഉൾപ്പെടെ വിദഗ്ധ സമിതിയുടെ ശുപാർശകൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. സ്വകാര്യ ചിട്ടി സ്ഥാപനം നിക്ഷേപകരെ കബളിപ്പിച്ചതായി പരാതി. പീരുമേട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ചിട്ടിത്തുക നൽകാതെ നിക്ഷേപകരെ പറ്റിക്കുന്നതായി ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ചിട്ടിത്തുക നൽകാതെ സ്വകാര്യ ചിട്ടി സ്ഥാപനം നിക്ഷേപരെ കബളിപ്പിച്ചതായാണ് പരാതി. പീരുമേട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഉപ്പുതറ ശാഖയ്ക്കെതിരെയാണ് ആരോപണം. പീരുമേട് ചിട്ടി എന്ന് പറഞ്ഞൊരു ചിട്ടി ഞങ്ങളെ 2 വർഷങ്ങൾക്ക് മുമ്പ് ചപ്പാത്തിലെ BJPയുടെ ഒരു നേതാവ് ഞങ്ങളെ വന്ന് കൂട്ടുകയും ചിട്ടി തീർന്ന് 3/4 ഭാഗം ഞങ്ങൾ അടയ്ക്കുകയും ചെയ്തു. തീർന്നു കഴിഞ്ഞപ്പോഴത്തേന് പൈസ തരാതെ ഞങ്ങളെ കബളിപ്പിക്കുകയും ഒരു 3 ചെക്ക് എഴുതി തന്നു. പൈസ ഇന്ന് തരാം, പിന്നെ തരാം, നാളെ തരാം, 30-ാം തീയതി തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കളിപ്പിക്കുക. ഞങ്ങൾക്ക് ഉപ്പുതറ ഞങ്ങൾ 2 തവണ കേസ് കൊടുത്തു. ഉപ്പുതറ പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല. ഉപ്പുതറ ലോണ്ടറി വടക്കേടത്ത് മനോജ്, സഹോദരൻ വിനോദ്, മേരികുളം കണ്ണംകര സജി എന്നിവരാണ് പരാതിക്കാർ. 1 ലക്ഷം രൂപയുടെ ചിട്ടിയിൽ മൂവരും കൃത്യമായി പണമടച്ചു തീർത്തിട്ടും ചിട്ടിത്തുക നൽകിയില്ലെന്നാണ് പരാതി. കൂടാതെ സ്ഥാപനത്തിൽ 1 വർഷത്തിലധികമായി ജീവനക്കാരുമില്ല. പണം പിരിക്കാൻ എത്തുന്നയാളോട് വിവരം പറഞ്ഞപ്പോൾ തുക എഴുതിയ ബാങ്ക് ചെക്ക് നൽകി. ചെക്കുമായി ദേശസാൽകൃത ബാങ്കിന്റെ ശാഖയിലെത്തിയപ്പോൾ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ പണമുണ്ടായിരുന്നില്ല. 15 ദിവസത്തിനു ശേഷം ചെക്കും മടങ്ങിയെത്തി. മാനേജിംഗ് ഡയറക്ടറുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നാണ് ആരോപണം. തട്ടിപ്പ് സംബന്ധിച്ച് ഉപ്പുതറ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഡിവൈഎഫ്ഐക്കും പരാതി നൽകിയതായും പരാതിക്കാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം കട്ടപ്പന പഞ്ചായത്തിലെ കർഷകർക്കായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. തൈകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി നിർവഹിച്ചു. കേരള സർക്കാർ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പനയിലെ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം കട്ടപ്പന ഗ്രാമപഞ്ചായത്തിലെ പച്ചക്കറി കർഷകർക്കായി സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പാവൽ, വിവിധ തരത്തിലുള്ള പയറുകൾ, കോവീസ്, പച്ചമുളക്, വെണ്ട തുടങ്ങിയ വിവിധ തരത്തിലുള്ള തൈകളാണ് വിതരണം ചെയ്തത്. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തരാകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ക്ലസ്റ്റർ കൃഷിക്കാർക്ക് പ്രകൃതിക്ഷോഭം മൂലം നഷ്ടപ്പെട്ട തൈകൾക്കും കൂടിയാണ് തൈകൾ നൽകിയത്. പരമാവധി കാലതാമസം ഒഴിവാക്കി തൈകൾ നട്ടുപിടിപ്പിക്കാനും ഇതിലൂടെ കഴിയും. കട്ടപ്പനയിൽ നടന്ന തൈകളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി നിർവഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ ഷൈൻ, ബീന ജോബി, ജോളി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ക്ലസ്റ്റർ കൺവീനർമാർ, നിരവധി കർഷകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി ന്യൂസ്, കട്ടപ്പന. പെരുങ്കാല അമ്പലമേട് റോഡ് നിർമ്മിക്കണമെന്ന് നാട്ടുകാർ. വാഴത്തോപ്പ് പഞ്ചായത്തിലെ ആദിവാസി മേഖലകളിൽ ഒന്നുകൂടിയാണ് പെരുങ്കാല അമ്പലമേട് പ്രദേശങ്ങൾ. വാഴത്തോപ്പ് പഞ്ചായത്തിലെ പ്രധാന ആദിവാസി കേന്ദ്രങ്ങളിൽ ഒന്നാണ് പെരുങ്കാല ഗ്രാമം. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന സഞ്ചാരമാർഗം പെരുങ്കാല അമ്പലമേട് റോഡ് മാത്രമാണ്. ഗ്രാമവാസികൾക്ക് പുറംലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ ഇതുവഴി മാത്രമാണുള്ളത്. ആദിവാസി കുടുംബങ്ങളിലെ കുട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിനും കുടികളിലെ പ്രായമായ ആളുകൾ ആശുപത്രികളിലേക്ക് പോകുന്നതുമെല്ലാം ഈ വഴി നടന്നാണ്. ഓട്ടോറിക്ഷ പോലും കടന്നുപോകുവാൻ കഴിയാത്ത പെരുങ്കാല അമ്പലമേട് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ മുറവിളി കൂട്ടുവാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. എങ്കിലും ഇതുവരെയും നടപടികളൊന്നും തന്നെ ആയിട്ടില്ല. മേഖലയുടെ ഉന്നമനത്തിനായി ഓരോ വർഷവും ലക്ഷക്കണക്കിന് തുക പെരുങ്കാലയിൽ ചെലവഴിക്കുന്നുണ്ട് എങ്കിലും പ്രദേശത്തെ ജനങ്ങൾക്ക് ഇതിന്റെയൊന്നും പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിന് സർക്കാരിൽ നിന്നും 17 ലക്ഷം രൂപ അനുവദിച്ചല്ലാണ്ട് ഇതിന്റെ ഒരു കെട്ട് മാത്രം ചെയ്യുകയല്ലാണ്ട് ബാക്കി യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. ഇതിന്റെ ഒട്ടുമിക്ക ബില്ലുകളും മാറിയെടുക്കുന്നു. അതുകൂടാണ്ട് തന്നെ നമ്മുടെ മസ്റ്റ് റോഡുകൾ വേറെ റോഡിന്റെ മസ്റ്റ് റോഡുകൾ മാറ്റി ആ മസ്റ്റ് റോഡ് ഉപയോഗിച്ച് വാർഡ് മെമ്പറും ബാക്കിയുള്ളവരും സൈഡ് ചെയ്തുകൊണ്ട് കോൺട്രാക്ടർ സൈഡ് ചെയ്തുകൊണ്ട് ഈ റോഡ് തൊഴിലുറപ്പുകാരെ വെച്ച് പണിയിപ്പിക്കുന്ന ഒരവസ്ഥയും ആ പാലത്തിന്റെ പണി പൂർത്തീകരിക്കാത്ത ഒരവസ്ഥയും ആ പാലം ഇപ്പോൾ ഒരു കുട്ടികൾക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ത്രിതല പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ പലപ്പോഴും ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കുവാൻ തയ്യാറായിട്ടില്ലെന്ന് ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. ശങ്കർ സംവിധാനം ചെയ്ത വിക്രം ചിത്രം ഐക്ക് ഉജ്ജ്വല വരവേൽപ്പ്. കട്ടപ്പനയിൽ 2 കേന്ദ്രങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്തത്. രാവിലെ മുതൽ തന്നെ വിക്രം ആരാധകർ തിയേറ്ററുകളിൽ ഇടം പിടിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുള്ള ഇന്ത്യൻ ചലച്ചിത്രം എന്ന ബഹുമതിയോടെയാണ് 5 ഭാഷകളിലായി ഐ പ്രദർശനത്തിനെത്തിയത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, ചൈനീസ് എന്നിങ്ങനെ 5 ഭാഷകളിലാണ് ഒരേ സമയം ചിത്രം റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 185 കോടി രൂപ ചിലവഴിച്ച് 2 വർഷവും 8 മാസവും കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കിയത്. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രമുഖ സാങ്കേതിക പ്രവർത്തകരാണ് ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അവതാർ, ലോർഡ് ഓഫ് റിംഗ്സ്, ഹോബിറ്റ്,
കിങ് കോങ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് സ്പെഷ്യൽ എഫക്റ്റും ബാക്ക്ഗ്രൗണ്ട് ആർട്ടും ചെയ്തിരിക്കുന്ന ബീറ്റ വർക്ക്ഷോപ്പാണ് ഈ ചിത്രത്തിനും സ്പെഷ്യൽ എഫക്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ചിത്രത്തിൽ 2 വ്യത്യസ്ത വേഷങ്ങളിലാണ് വിക്രം പ്രത്യക്ഷപ്പെടുന്നത്. ഇതിനായി വിക്രം 45 കിലോയോളം തടി കുറയ്ക്കുകയും പിന്നീട് കൂട്ടുകയും ചെയ്തു. അമിത ശീതീകരണം നടത്തിയ കാരവാനിനുള്ളിൽ കഴിഞ്ഞും ഭക്ഷണം അമിതമായി നിയന്ത്രിച്ചും അദ്ദേഹം ഇത് സാധ്യമാക്കുകയായിരുന്നു. ട്യൂബ് വഴിയാണ് ഈ സമയങ്ങളിൽ വിക്രം ഭക്ഷണം കഴിച്ചത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യ ശ്രദ്ധയ്ക്ക് മാത്രം സെറ്റിൽ പ്രത്യേക വൈദ്യസഹായവും ഏർപ്പെടുത്തിയിരുന്നു. അസിൻ, ദീപിക പദുക്കോൺ, പ്രിയങ്ക ചോപ്ര എന്നിവരെയായിരുന്നു ആദ്യം നായികാ സ്ഥാനത്ത് ചിത്രത്തിൽ പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇവർക്ക് ഡേറ്റ് ഇല്ലാതെ വന്നതോടെ വിദേശ താരമായ എമിക് ജോൺസന് നറുക്കുവീഴുകയായിരുന്നു. മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയും ചിത്രത്തിൽ പ്രധാന വില്ലൻ കഥാപാത്രമായി എത്തുന്നുണ്ട്. യുൻവു പിങ് എന്ന സ്റ്റണ്ട് മാസ്റ്ററാണ് സംഘടന രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിലും വിദേശത്തുമായി 20,000-ഓളം തിയേറ്ററുകളിൽ ഒരേ സമയം ചിത്രം പ്രദർശനത്തിനെത്തിയപ്പോൾ കേരളത്തിൽ 220 തിയേറ്ററുകളാണ് റിലീസിംഗ് കേന്ദ്രങ്ങളായി ഉണ്ടായിരുന്നത്. കട്ടപ്പനയിൽ ഐശ്വര്യ സാഗര തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത്. രാവിലെ 9-നായിരുന്നു ഇരു തിയേറ്ററുകളിലും ആദ്യ പ്രദർശനം നടന്നത്. അതിരാവിലെ തന്നെ ആരാധകർ തിയേറ്ററുകളിൽ സ്ഥാനം പിടിച്ചു. പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് വിക്രം ആരാധകർ ചിത്രത്തെ വരവേറ്റത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് ജില്ലാ സമ്മേളനം 17-ാം തീയതി കട്ടപ്പനയിൽ നടക്കും. മന്ത്രി പി ജെ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് ജില്ലാ സമ്മേളനം 17-ന് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. രാവിലെ 9:30 പതാക ഉയർത്തൽ, 9:45 രജിസ്ട്രേഷൻ, 10 നടക്കുന്ന വിദ്യാഭ്യാസ സെമിനാർ റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം ജലവിഭവ മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ അധ്യാപകർക്ക് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തിലാണ് KSTF നിൽക്കുക. ഒപ്പം വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി KSTF നിർണായകമായ നിലപാടെടുക്കുകയും വിദ്യാർത്ഥി സമൂഹത്തെയും അധ്യാപകരെയും ഒരുപോലെ മുന്നിട്ടുണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും. ചടങ്ങിൽ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് EM ആഗസ്തി മുഖ്യപ്രഭാഷണം നടത്തും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടക്കുന്ന യാത്രയയപ്പ് സമ്മേളനം KTUC സംസ്ഥാന പ്രസിഡന്റ് ബേബി വതിപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വെള്ളയാങ്കുടി സുവർണഗിരി ബാപ്പുജി ജനശ്രീ സംഘത്തിന്റെ 2ാം വാർഷികം നടന്നു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. സുവർണഗിരി ബാപ്പുജി ജനശ്രീ സംഘത്തിന്റെ 2ാമത് വാർഷിക ആഘോഷമാണ് നടന്നത്. സംഘം പ്രസിഡന്റ് PC ജോർജ് അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യങ്ങളിലുമുള്ള സാഹചര്യങ്ങളും നമുക്ക് സന്ദർഭങ്ങളും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നമ്മൾ കൈയെത്തി പിടിക്കുന്ന ഒരു സംവിധാനം മാത്രം മതി. നമ്മുടെ കൈപ്പിടി ദൂരത്തിലുണ്ടല്ലോ, പക്ഷെ നമുക്ക് മേടിക്കാൻ കഴിയത്തില്ല. നമ്മൾ പുറംതെളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈപ്പിടിയിലേക്ക് എത്തിക്കുവാൻ ആവശ്യമായ നിലയിലുള്ള ഒരു നമ്മുടെ ഒരു താല്പര്യം കൂടി നമ്മൾ പ്രകടിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ ജനശ്രീ സംഘത്തിന് ഏറെ സഹായകരമായി മാറും. ജനശ്രീ ജില്ലാ മിഷൻ ചെയർമാൻ YC സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബീന ജോബി, തോമസ് മൈക്കിൾ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം കുടുംബാംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. പരിപാടികൾക്ക് റജി മാത്യു, ബിജു ചക്കുംചിറ എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയുടെ 15, 16 തീയതികളിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന സർട്ടിഫിക്കറ്റ് പരിശോധന 28, 29 തീയതികളിൽ ഇടുക്കി ജില്ലാ PSC ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. സ്വർണം പവന് ഇന്ന് വിപണിയിൽ 20,320 രൂപയാണ് വില. 1 ഗ്രാം സ്വർണത്തിന് 2,540 രൂപ. വെള്ളി ഗ്രാമിന് 40 രൂപയാണ്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. ഇനി കമ്പോള വാർത്തകളിലേക്ക്. ഏലം ഇന്ന് വിപണിയിൽ കൂടിയ വില 900 ആണ്. കുറഞ്ഞ വില 850 രേഖപ്പെടുത്തി. കുരുമുളക് കിലോഗ്രാമിന് 645 രൂപയും കാപ്പി കിലോഗ്രാമിന് 127 രൂപയുമാണ് വില. റബ്ബർ കിലോഗ്രാമിന് 110, ഗ്രാമ്പു 975, കൊക്കോ കിലോഗ്രാമിന് 52 എന്നിങ്ങനെയാണ് വില നിലവാരം. ജാതിക്ക് കുറഞ്ഞ വില 275ഉം കൂടിയ വില 320ഉം രേഖപ്പെടുത്തി. ജാതി പത്രിക ഇന്ന് വിപണിയിൽ കൂടിയ വില 1100ഉം കുറഞ്ഞ വില 900ഉമാണ്. കമ്പോള വാർത്തകൾ കഴിഞ്ഞു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കട്ടപ്പന ഇനി നഗരസഭ. ജില്ലയിലെ 2ാമത്തെ നഗരസഭയായി കട്ടപ്പനയെ പ്രഖ്യാപിച്ചു. കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ ആവേശം അലതല്ലുന്നു. പൂവണിഞ്ഞത് 2 പതിറ്റാണ്ടിന്റെ സ്വപ്നം. UDF സർക്കാരിന് ജില്ലയോടുള്ള പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റി എന്ന് റോഷി അഗസ്റ്റിൻ MLA. വികസന രംഗത്ത്
കട്ടപ്പന മുനിസിപ്പാലിറ്റി ചരിത്രമാകുമെന്നും MLA. മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ ലക്ഷങ്ങൾ മുടക്കി പോലീസ് സേനയെ നിയോഗിക്കുന്നത് അനാവശ്യമാണെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ്. ആദിവാസി പ്രശ്നങ്ങൾ ഏറ്റെടുത്തും ബ്ലേഡ് മാഫിക്കെതിരെയും പ്രവർത്തനങ്ങൾ നടത്തുന്ന മാവോയിസ്റ്റുകളെ ജനങ്ങൾ അനുകൂലിക്കുന്നെങ്കിൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ലെന്നും PC ജോർജ്. കൊട്ടാക്കമ്പൂർ ഭൂമി ഇടപാട് കേസിൽ ജോയ്സ് ജോർജ് MPക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ദേവികുളം പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. രാജ്യത്ത് പുകവലി നിയന്ത്രണം കർശനമാക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നവർക്ക് 200 രൂപയിൽ നിന്നും 1000 രൂപയായി പിഴ ഉയർത്തും. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി 18 നിന്നും 21 ആക്കും. മണ്ഡല മകരവിളക്ക് മഹോത്സവങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. ഇടുക്കി ജില്ലയിലെ പുല്ലുമേട്ടിലും ആയിരക്കണക്കായ ഭക്തർ മകരജ്യോതി ദർശിച്ചു മടങ്ങി. ഇന്നത്തെ ഈ വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. Strong furniture, Index furniture. Index furniture near KSRTC bus stand, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടനെ വിളിച്ച് പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്ക് ഡ്രസ്സ് വേണം. നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്. നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളിയാഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोलना
KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250-ൽ പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. Thank you.